നിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഓടയ്ക്കകത്തൂടെ ഈ വെള്ളം പോവുമോ? പോകത്തില്ല. അതെങ്ങനെ പോകാനുണ്ടോ? ചെരുവ് എങ്ങോട്ടാ? ചെരുവ് ഇങ്ങോട്ട്, ആ സൈഡിലോട്ടല്ല ചെരുവ്. ആ സൈഡിൽ ചെരുവും ഈ സൈഡിൽ ഓടയും. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവൻ്റെയൊക്കെ ചോദിച്ചാൽ ഇവൻ പറയും വെള്ളം ഇതുവഴി പോകൂടാ മോനെ, വെള്ളം ഇതുവഴി പോകും അല്ലേ? ഒഴുകി വരുന്ന വെള്ളം ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ PWOPC കൺസ്ട്രക്ഷൻ സെക്ഷനിലായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, പണിതതാ വർഷങ്ങൾ. ആൾക്കാർ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ റോഡ് തകർന്ന് കിടന്നത് ഈ ഇടയ്ക്ക് 55 ലക്ഷം രൂപയ്ക്ക് പണിത ഒരു റോഡാണ്. ഏതാണ്ട് 4 മാസം എങ്ങാണ്ട് എടുത്തു പണിയാൻ. നിങ്ങൾ പറയുക, ഇതിൻ്റെ വെള്ളം ഈ ഓടയ്ക്കകത്തൂടെ പോകുമോ? ഇതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ചോദ്യം. ഇതിൻ്റെ ഈ റോഡിൻ്റെ മറവ് വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇത് കണ്ടോ, ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ഇടത്തെ സൈഡിൽ കൂടെ പോകത്തുള്ളൂ. ഒരിക്കലും ഈ ഓടയ്ക്കകത്തൂടെ ഈ വെള്ളം പോകത്തില്ല. പിന്നെ ഇത് പോകാനായിട്ട് ഇനിയിപ്പോൾ പോകണമെങ്കിൽ തന്നെ ഇതിനെവിടെയാണ് ഇതിന് ഹോളുള്ളത്? ഉള്ള ഹോള് കംപ്ലീറ്റും അടച്ചു വെച്ചിരിക്കുക ഇവർ. മഴ പെയ്താൽ ഒരു കാരണവശാലും വെള്ളം പോകാത്ത രീതി. ഇത് കണ്ടോ, ഇതിൻ്റെ ഇതുവഴിയാണ് വെള്ളം പോകേണ്ടത്. ഒന്ന് പറഞ്ഞതാ എൻജിനീയറേ, ഒന്ന് പറഞ്ഞതാ. PWൻ്റെ ഏത് പൊട്ടനാണ് ഈ റോഡിന് സ്കെച്ചിട്ട് കൊടുത്തത്? ഒന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഇതുവഴി വെള്ളം പോകാനാ. നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. കണ്ടോ, ഈ സൈഡിൽ കൂടെ വന്ന് ഈ വെള്ളം പണ്ട് പൊക്കോണ്ടിരുന്നിടത്തൂടെ മാത്രമേ ഇത് പോകത്തുള്ളൂ. ഇതുപോലെ മണ്ടം പണി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിലെ PW സെക്ഷൻ ഇത് കണ്ടോ, ഇതിൻ്റെ ഇതുവഴി വെള്ളം പോകാനാ. ഇതാണ് ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന 200-250 മീറ്റർ റോഡാണ്. ഇത് നേരത്തെ പോകുന്ന പോലെ തന്നെ ഈ റോഡ് താഴോട്ട് ഇറങ്ങി അപ്പുറത്തെ MC റോഡിൽ പോയി ചാടി ഈ വെള്ളം പോകത്തുള്ളൂ. എൻ്റെ MLA ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻ്റെ MLA വർക്കൊക്കെ നടക്കുമ്പോൾ നോക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചിരിച്ച് ഫോട്ടോയൊന്നും വെച്ചിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ 55 ലക്ഷം രൂപ ജനങ്ങളുടെ പോയി. ഓക്കേ. ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് മുനിസിപ്പാലിറ്റിയിലെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഒരു താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിതിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി അല്ല പണിതിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ KSRTC ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ല പണിതിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചെത്തുപുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലാണ് ഇതിവിടെ പണിതിരിക്കുന്നത്. ഇവർക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ മതി. മുനിസിപ്പാലിറ്റിക്കും ലോട്ടറി അടിച്ചു, ചെത്തുപുഴ ഹോസ്പിറ്റലിനും ലോട്ടറി അടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇവർ 10 പൈസ പോലും ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു പരിപാടിക്കും 10 പൈസ പോലും ചിലവില്ല. ഇതുപോലെ AG ഗോൾഡും ഹോസ്പിറ്റലും ഒക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത്. എൻ്റെ പൊന്നു സാറുമാരെ, ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സിന് നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുന്നു? ബൈപ്പാസിലൊരു സിഗ്നൽ ലൈറ്റ് പോലും വെച്ചത് AG ഗോൾഡിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന വികസനങ്ങളെല്ലാം ഇവിടുത്തെ ഓരോ സ്ഥാപനത്തിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യുന്നത് എന്തുണ്ട്? അതുകൂടെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരെ ഞങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇതിലൊക്കെ എത്ര ലക്ഷം രൂപ ചെത്തുപുഴ ഹോസ്പിറ്റൽ കിമ്പളമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നത് അടുത്ത ദിവസങ്ങളിൽ വിവരാവകാശം വെച്ച് ഒക്കും. അപ്പോൾ ഇതൊക്കെ ജനങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ വികസനമൊന്നും നമ്മുടെ GST വഴി എടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ ടാക്സ് പിരിച്ചെടുക്കുന്ന പൈസയിലൊന്നുമല്ല. ഇവിടുത്തെ ഓരോ സ്പോൺസർമാർ അവരിങ്ങനെ നോക്കിയിരിക്കുക ടൗണിൻ്റെ മുക്കിനും മൂലയിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്ഥാപിക്കാൻ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരങ്ങളൊക്കെയാണ് ഇത്. മനസ്സിലായല്ലോ? ഓക്കേ.